Hello everyone, hope you all are doing good and great and welcome back to my YouTube channel. അപ്പോൾ ഇന്നെന്ന് പറയുന്നത് കുറച്ച് വീട്ടിലൊരു പരിപാടിയുള്ള ദിവസത്തെ ഒരു വ്ളോഗാണ്. അപ്പോൾ ഇതിപ്പോൾ നിങ്ങളിപ്പോൾ കാണുന്നത് എൻ്റെ റൂമല്ല, എൻ്റെ കാക്കാൻ്റെ റൂമാണ്. ഞാൻ ഇവിടെ കിടന്നുറങ്ങിയത്. അപ്പം ഫസ്റ്റ് ആ റൂമത്തെ ബെഡൊക്കെ നന്നാക്കിയിട്ട് ഇറങ്ങാൻ വിചാരിച്ചു, അല്ലെങ്കിൽ ഞാൻ എൻ്റെ റൂം ബെഡ്ഷീറ്റ് മാറ്റാനുണ്ടായിരുന്നു. സോ ഞാൻ അവിടെ കിടന്നില്ല. അപ്പോൾ രണ്ടും കൂടെ ഒരുമിച്ച് നന്നാക്കേണ്ട വിചാരിച്ചു. ഇതിന് ഞാൻ ഓൾറെഡി നന്നാക്കി താഴത്തേക്ക് പോകാൻ വിചാരിച്ച്. ഇത് പിന്നെ കുറേയൊന്നും നന്നാക്കാനില്ല, ഇത്ര തന്നെ ഉള്ളൂ ഈ റൂമിൽ. എൻ്റെ റൂമിൽ എന്ന് പറഞ്ഞാൽ കുഞ്ഞു സാധനങ്ങൾ അങ്ങോട്ട് ഇങ്ങോട്ട് പറഞ്ഞിട്ട് കുറേ ഉണ്ടാവും. ഇവൻ്റെത് ഭയങ്കര മിനിമലായി കീപ്പ് ചെയ്യുന്നതുകൊണ്ട് കുറച്ച് സാധനമേ ഉള്ളൂ. ഇവൻ്റെ അടുത്തും കുറേ സാധനമില്ല. അപ്പോൾ ഞാൻ താഴത്തേക്ക് ഇറങ്ങിയപ്പോൾ ഉണ്ട് എൻ്റെ ആദ്യം പണിയെടുക്കണ, രാവിലെ തന്നെ സാധനങ്ങളൊക്കെ ഒതുക്കി വെക്കണം. അത്ഭുതമായിപ്പോയി. അടി കിട്ടി തോന്നുന്നു രാവിലെ തന്നെ. പിന്നെ അത്ഭുതം, ഇങ്ങനൊന്നും ഞങ്ങളിവിടെ ചെയ്യാറേ ഇല്ല. ഇവിടെ വരും, ചത്ത് കിടക്കും, ഗെയിം കളിക്കും, നീച്ചു പോകും. പരിപാടി എന്താന്ന് പറഞ്ഞില്ലല്ലോ. എൻ്റെ അമ്മായിൻ്റെ മക്കളെ കല്യാണം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു, 2 പേരുടെ. സോ ഓരോ സൽക്കാരാണ് നമ്മളെ വീട്ടിലേക്ക്. എനിക്ക് പിന്നെ താഴെത്തിയപ്പോൾ കിട്ടിയ പണി എന്ന് പറഞ്ഞാൽ നമ്മളെ ഫ്രണ്ടിൽ സിറ്റ് ഔട്ടിൻ്റെ അവിടെ ചെറിയൊരു ഷൂറാക്കുണ്ട്. പണ്ട് ഉണ്ടാക്കിയതാണ്. അപ്പോൾ രാത്രിയൊക്കെ പെട്ടെന്ന് നമ്മളിവിടെ ഊരിട്ട് പോകും. അപ്പോൾ അവിടെ നല്ല പൊടി പിടിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് തുടച്ചുള്ള ചെരുപ്പൊന്ന് വൃത്തിയാക്കി വെക്കുക എന്നുള്ളതായിരുന്നു എൻ്റെ പണി. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഞാൻ നേരെ അടുക്കളയിൽ പോയേക്കിപ്പം ആദ്യം ഓൻ്റെ ഫ്രണ്ട്സും കൂടെ വത്തക്ക ജ്യൂസ് ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. 2 ഡ്രിങ്ക്സാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഒന്ന് വത്തക്ക ജ്യൂസും ഒന്ന് വേറൊരു സാധനം. അതിൻ്റെ പേര് എനിക്ക് ഇപ്പോഴും കൺഫ്യൂഷനാണ്. നഫ്രത് കാ സർബത്ത് എന്നാണ് തോന്നുന്നുണ്ട്. അതാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ട് എനിക്കവിടെ കിട്ടിയ പാലൊക്കെ ഞാൻ എടുത്ത് പൊട്ടിച്ച് ഒഴിക്കുന്നുണ്ട്. ഇത് ഞാൻ കുടിച്ചിട്ടുണ്ട്, പക്ഷെ ഇത് ഉണ്ടാക്കണം ഞാൻ ആദ്യമായിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. ആരെങ്കിലുമൊക്കെ പരിപാടിക്ക് ഉണ്ടാക്കി വെച്ചത് കുടിക്കുക എന്നല്ലാണ്ട് എനിക്ക് ഉണ്ടാക്കി വലിയ പരിചയമൊന്നുമില്ല. ഇത് ഫസ്റ്റ് ടൈമാണ് ഞാനിത് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പം പാലൊഴിച്ചു, പിന്നെ അതിക്ക് മിൽക്ക് മെയ്ഡ് ഒഴിച്ചു. അങ്ങനെ കുറച്ച് സംഭവങ്ങളാണ് ഇതിലേക്ക് ഇടാനുള്ളത്. പിന്നെ റോസ് വാട്ടർ, പിന്നെ കുറച്ച് വാനില എസൻസ്, കുറച്ച് മധുരം, ഇതൊക്കെ ഇട്ടാൽ നമ്മൾ ഈ സാധനം റെഡിയാവും. എന്നിട്ട് പിന്നെ അതിക്ക് ഫ്രൂട്ട്സ് ആയിട്ട് നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നത് ആപ്പിൾ ഗ്രേറ്റ് ചെയ്തിട്ട് ഇടാനായിരുന്നു. ഞാൻ ഫസ്റ്റ് ഈ ചെറിയ ഇത് കൂടെ ഗ്രേറ്റ് ചെയ്തു. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇതല്ല, സാധനം കുറച്ചുകൂടെ വലുതാവണമെന്ന്. അപ്പോൾ കുറച്ചുകൂടെ കടിക്കാൻ കിട്ടണമല്ലോ കുറച്ച് ആപ്പിൾ. അപ്പോൾ ഞാൻ കുറച്ചുകൂടെ വലുതാക്കിയിട്ട് അത് ഗ്രേറ്റ് ചെയ്തിട്ട് എടുത്തു. അപ്പം അതും ഉറുമാമ്പഴം കൂടെ ഇട്ടിട്ടാണ് നമ്മൾ നഫ്രത് കാ സർബത്ത് ഉണ്ടാക്കുക. അങ്ങനെ പുറത്തിറങ്ങി നോക്കിയപ്പം ചെറിയ പരിപാടിയാണ് കേട്ടോ. അപ്പോൾ സൈഡിൽ ടേബിളൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് അടുത്തുള്ള പണി തിരുമ്പി കൊണ്ടുവന്ന കുഷ്യൻസും കവേഴ്സൊക്കെ ഇട്ട് ഓഫീസ് റൂമിൽ വെക്കുക എന്നുള്ളതായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ വെച്ച് അത് കഴിഞ്ഞിട്ട് ടേബിളിലൊക്കെ സെറ്റാക്കി വെക്കുക, അത്രയേ ഉള്ളൂ. നമുക്ക് ലാസ്റ്റ് ആകുമ്പോൾ കുറേ കുഞ്ഞു കുറേ പണികളുണ്ടാവുമല്ലോ. ഉച്ചക്കാണ് ഫംഗ്ഷൻ, അപ്പോൾ രാവിലത്തെ പണികളാണ് ഇതൊക്കെ. അങ്ങനെ ടേബിളിൻ്റെ ഓരോരോ ചെയർ ഓരോ ഭാഗത്തായിരിക്കും, അതൊക്കെ കൊണ്ടുപോയി എടുത്ത് വെച്ചു. പിന്നെ ഓഫീസ് റൂമിലുള്ള വാതിലിൻ്റെ ഹാൻഡിൽ പൊട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നന്നാക്കാൻ അവിടെ ആൾ വന്നിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഇടയിൽ കൂടെ. അപ്പോൾ അതിൻ്റെ കട്ടിംഗ് പ്ലെയറാണിത്. അപ്പോൾ അതൊക്കെ എടുത്ത് വെച്ചു, അങ്ങോട്ട് വെച്ചു ഇങ്ങോട്ട് വെച്ചു. അപ്പോൾ തന്നെ എനിക്ക് ക്ഷീണമായി. അങ്ങനെ വിചാരിക്കുക, ഇതിപ്പോൾ വേറെ കുറേ താത്തമാരാരെങ്കിലും ഉണ്ടെങ്കിൽ കുഴപ്പമില്ല, ഇത് ഒറ്റക്കായി പോയില്ലേ. അങ്ങനെ പിന്നെ ഞാൻ ഇത് പിറ്റേ ദിവസം ഫുള്ള് മടക്കി വെച്ച എൻ്റെ ഷെൽഫാണ്. ഇതൊക്കെ പിന്നെ എൻ്റെ മമ്മീൻ്റെയും ഷോൾ കളക്ഷൻസാണ്, സ്കാർഫിൻ്റെ കളക്ഷൻസാണ്. പക്ഷേ ഇതിങ്ങനെ വെക്കുമ്പോൾ അതിലെ ഷൊക്കെ അറേഞ്ച് ചെയ്ത് ഹാങ് ചെയ്ത് വെച്ചിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ അവിടുന്ന് എനിക്ക് കുളിച്ച് മാറ്റാനുള്ള ഡ്രസ്സും അതുപോലെ തന്നെ എൻ്റെ റൂം നന്നാക്കിയിട്ടില്ല. കാരണം എൻ്റെ റൂമിൻ്റെ ബെഡ്ഷീറ്റ് തിരുമ്പിയിട്ടൊക്കെയായിരുന്നു. അത് തിരുമ്പി എടുത്തോടത്ത് കൊണ്ടുവന്ന് ഞാൻ വിരിക്കാൻ തുടങ്ങി. സെയിം ബെഡ്ഷീറ്റ് തന്നെ, പക്ഷേ ജസ്റ്റ് ഒന്ന് കളർ തീമൊക്കെ സെയിം തന്നെ, അല്ലെങ്കിൽ നമ്മളെടുക്ക് കളർ തീം മാറ്റലുണ്ടായിരുന്നു. അങ്ങനെ ആ ഒരു ഇതിൽ തന്നെ ഒക്കെ വിരിച്ച് സെറ്റാക്കി വെച്ച് ഇങ്ങനെ ഒരു കോലത്തിലാക്കി എടുത്ത് ഞാൻ. പിന്നെ റൂം ബാക്കിയുള്ള ക്ലീനിങ്ങും ഷെൽഫ് ക്ലീനിങ്ങും ഒക്കെ ഞാൻ 2 ദിവസം മുന്നേ തന്നെ ചെയ്ത് കംപ്ലീറ്റ് ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഇന്നത്തേക്ക് ഒരു വലിയ തലവേദന ഇല്ല. പിന്നെ പരിപാടിക്ക് ഞാൻ ഇടാൻ പോകുന്ന ഡ്രസ്സ് ഇതാണ്. ഇത് ഞാൻ ഷോർട്സിലിട്ടപ്പോൾ കുറേ പേര് ഈ ഡ്രസ്സ് നല്ല ഭംഗിൻ്റെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് ഞാൻ തിരൂരില്ലേ പേസ്റ്റൽസ്, അവിടെ നിന്ന് വെച്ചിട്ടുള്ള ഒരു ഡ്രസ്സാണ്, ഒരു റെഡിമെയ്ഡ് ഡ്രസ്സാണ്. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് വന്നു. ഇനി നമ്മൾ കാണാൻ പോകുന്നത് നിതൻ്റെ വാട്ട്സ് ഇൻ മൈ ബാഗാണ്. ഇതാണ് ഗൈസ് ഞങ്ങളുടെ ബാഗ്. മുട്ടായി ഉണ്ടാ പൗതി കടിച്ചേ. ഇതാണ് നമ്മുടെ ബാഗ്. ഇത് കാണാൻ ജസ്റ്റ് ലൈക്ക് ലക്ഷറി എവിടെ വാങ്ങിച്ചാ? അർബാനിക്കിന് സവാനന്നാണ്. മീൻസ് ഇതിൽ ആകെ ഒരു പോർഷനേ ഉള്ളൂ. പിന്നെ ഇതിനുള്ള ചെറിയൊരു പോർഷൻ ഉണ്ട്. നെക്സ്റ്റ് ഉള്ളത് എന്താണ്? വൈറ്റനിങ് ക്രീമാണ്. അടുത്ത സാധനം എന്തെന്നുള്ളത് നോക്ക്
മാത്രമേ ഉള്ളൂ. സൺസ്ക്രീൻ വിഷ്കാറിന്റെ ഞാൻ ഗസ് ചെയ്ത് വിഷ്കാറിന്റെ സൺസ്ക്രീൻ പൊളിച്ചൊക്കെ ഫോക്സ് സ്റ്റൈലിലെ ലിപ് ബാം ഗ്ലോ അല്ല ഇതിന്റെ മാറ്റമുണ്ടോ ലാസ്റ്റ് സാധനം കാണിച്ചത് ഇത് നമ്മളെ പിഗ്മെന്റേഷൻ നല്ല പോകുന്ന നല്ല റിവ്യൂ ഉള്ള നമ്മൾ ഫോർക്കും എന്താ ചാർജർ എടുക്കുന്നത് ഞാൻ ചാർജർ ആണ് ഫോൺ 15 അല്ലേ പിന്നെ ഇതാ ചാർജർ ഉണ്ട് ഗൈസ് പിന്നെ ഇവിടെ പിന്നെ ഒരു മാർസിന്റെ ലിപ്സ്റ്റിക് ഉണ്ട് നമ്പർ സാധനം ഗൈസ് പിന്നെ നമ്മുടെ ഡാസ്ലറിന്റെ ഐബ്രോ പെൻസിൽ ഗൈസ് പെർഫ്യൂം ഉണ്ട് ഗൈസ് ക്രിസ്ത്യാനോ റൊണാൾഡോന്റെ ക്ലിപ്പ് ഉണ്ട് ഗൈസ് ക്ലിപ്സ് ആണ് ഇല്ല ഇനി പിന്നെ ചില്ലറ കാര്യം അതിലൊന്നും ഇല്ല നോക്കിക്കോ ഇങ്ങനെ നമ്മുടെ മെയിൻ ആയിട്ട് വരാൻ നിൽക്കുന്നത് ഇത് എന്തായാലും പബ്ലിഷ് ചെയ്യാൻ കേട്ടോ അപ്പോൾ സൽക്കാരത്തിന് നിധിയും നെഫ്ലയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഇനി ചിലപ്പോൾ എൻ്റെ വ്ളോഗിൽ ഇവരെ സംസാരം മാത്രമേ നിങ്ങൾ കാണുള്ളൂ. കാരണം ഞാൻ എന്തെങ്കിലും തിരക്കിൽ ഫോൺ റൂമിൽ വെച്ചിട്ട് പോകും, പിന്നെ ഇവർ വ്ളോഗ് എടുക്കും. അപ്പോൾ അതാണ് ഞാൻ കുറേ ഇതിൽ ആഡ് ചെയ്തത്. അപ്പം അത്രയൊക്കെ തന്നെ ഉള്ളായിരുന്നു. കാരണം ജുമേൻ്റെ ശേഷമുള്ള പരിപാടി ആയതുകൊണ്ട് ജുമ കഴിഞ്ഞിട്ടാണല്ലോ എല്ലാവരും വരിക. അപ്പോൾ കുറച്ച് ലേറ്റ് ആയിരുന്നു. ഞങ്ങളിപ്പോൾ ഉള്ളത് ആയിഷിൻ്റെ വീട്ടിലാണ്. ഞങ്ങളുടെ വീട്ടിലൊരു സൽക്കാരാണ്. പിന്നെ ഞങ്ങൾ ഉണ്ടാകാണ് ഗസ്റ്റ് അല്ലേ? അതെ അതെ ഞാൻ കണ്ടു. ഇപ്പോൾ ഗസ്റ്റ് ബാക്കിയുള്ള വേറെ മീൻസ് ഞങ്ങളാണ് ചീഫ് ഗസ്റ്റ്. ബാക്കിയുള്ളവരൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഞങ്ങൾ നേരത്തെ എത്തിയിട്ടുണ്ട്. അവരൊക്കെ പിന്നെ വരും എന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾക്കിപ്പോൾ ഒരു പണിയില്ല. അതിന് വെറുതെ ഇരിക്കുകയാണ്. എന്ത് ചെയ്യാനാ? ചീഫ് ഗസ്റ്റ് ആയിട്ട് പോയില്ലേ. ബാക്ക് ടു അവർ ചാനൽ. അപ്പം ഞങ്ങൾ ഫുഡ് ഇവിടെ അമ്മക്ക് വന്നപ്പോൾ തന്നെ വെൽക്കം ഡ്രിങ്ക് കഴിച്ചേ. നമുക്കൊരു മീൻസ് ഒരു മിൽക്ക് സർബത്ത്, പിന്നെ വാട്ടർമെലൻ റിഫ്രഷിങ് ജ്യൂസ് മീൻസ് നമ്മളെ ഈ ഒരു സീസണിലെ അതെ അതെ ഇഷ്ടമാണ്. പിന്നെന്തായി ചോക്ലേറ്റ് അയച്ചു. ഞങ്ങൾ ഫുഡൊക്കെ വന്നിട്ട് ഞങ്ങൾ ഫുഡ് കാണിച്ചിട്ടോ ഗൈസ്. ഇവിടെ ഫുൾ വ്ളോഗ് ഞങ്ങൾ എടുക്കും. ഓക്കെ ബൈ ഗൈസ്. ഹായ് ഗൈസ്. അപ്പോൾ ഞങ്ങളിപ്പം മേലത്തെ റൂമിൽ വന്നിട്ടാണ്. അവളെ റൂമിൽ വന്നിട്ടാണ് ഗൈസ്. കുറേ ദിവസം മേലെ ആൾക്കാർ. അപ്പോൾ ഞങ്ങൾക്ക് ഷൈ ആയി വന്നു. അപ്പോൾ ഞങ്ങൾ എന്നിട്ട് പോന്നു അല്ലേ. അത് വേണമെങ്കിൽ റൂം ടൂറിൽ കാണിച്ചു തരാം. റൂമിൽ ഒന്നുമില്ല. നമ്മൾ നല്ല വൃത്തിയിൽ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ സാധനങ്ങളൊക്കെ. ഇങ്ങനത്തെ കാര്യത്തിനൊക്കെ വലിയ താല്പര്യമാണ്. ഓക്കെ സോ ഗൈസ് നമ്മളെ സ്റ്റാർട്ടർ എത്തിയിട്ടുണ്ട്. സൂപ്പാണ്, ചിക്കൻ സൂപ്പ്. നല്ല ടേസ്റ്റുള്ള സൂപ്പ്. നമുക്ക് താത്തനെ കൊണ്ട് വേണമെങ്കിൽ റെസിപ്പി എടുപ്പിക്കാം ഗൈസ്. നല്ല സൂപ്പ്, നല്ല ടേസ്റ്റുള്ള സൂപ്പ് ഗൈസ്. ഇത് മോന്താണ്. ഇതിനെ ഫേസ് ചെയ്യാൻ കാണിക്കുന്നില്ല ഗൈസ്. നല്ല ടേസ്റ്റ് ഗൈസ്. ഞങ്ങൾ സ്റ്റാർട്ടർ ഞങ്ങൾക്ക് ഫസ്റ്റ് ഒന്നുകൂടി കിട്ടി. ഞങ്ങൾ സൂപ്പ് കുടിക്കണേ ഗൈസ്. ആയിഷ ഞങ്ങൾ VIP ട്രീറ്റ്മെൻറ്റ്. ഞങ്ങൾ റൂം വെക്കാണ്. അപ്പോൾ കഴിഞ്ഞു ഇതൊക്കെ ഇവിടെയുള്ള കുഞ്ഞാപ്പികളാണ്. അങ്ങനെ പിന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നപ്പം ഇതൊക്കെയാണ് നമ്മുടെ ഫുഡ് എന്ന് പറയുന്നത്. ബാക്കി വീഡിയോസ് എൻ്റെ ഫോണിലല്ലേ, ഇനി ആ വീഡിയോ ആരെല്ലാന്ന് ഞാൻ മറന്നുപോയി. നെഫ്ലിൻ്റെ അല്ല തോന്നുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഡെസേർട്ട്സും പിന്നെ ഐസ്ക്രീമും കേക്കും സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിച്ച് പിന്നെ ഇവർ രണ്ടുപേരും ഫുഡൊക്കെ കഴിച്ചിട്ട് എൻ്റെ ഷെൽഫൊക്കെ തുറന്ന് ഇന്ത്യയിലുള്ള സാധനങ്ങളൊക്കെ നോക്കാൻ തുടങ്ങി. അപ്പോൾ ഇന്ത്യയിൽ കുറേ ഡെർമാക്കോൻ്റെ ഫൗണ്ടേഷൻ ഉണ്ടായിരുന്നു. എല്ലാ ഷെയ്ഡ്സിലും ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ഷെയ്ഡ് മാച്ച് ആയിട്ട് നിങ്ങൾക്ക് എടുത്ത ഒരട്ട ഷെയ്ഡ് നോക്കുന്നതാണ് ഈ കാണുന്നത്. ഞാൻ ഒന്നും ഇട്ടിട്ടില്ലല്ലോ. അങ്ങനെ പിന്നെ ഒരു 5 മണിയൊക്കെ ആയപ്പോൾ നെഫ്ല പോയി. അത് കഴിഞ്ഞിട്ട് ഞാനും ഇതിന് കുറച്ച് സ്നാപ്പിൽ കുറച്ച് വാവ് ഫിൽറ്റേഴ്സൊക്കെ ഇട്ട് വീഡിയോസൊക്കെ എടുത്തു. അത് കഴിഞ്ഞപ്പോൾ ഓള് പോയാൽ പിന്നെ നമുക്ക് പെരയിലെ പണികളാണല്ലോ. അങ്ങനെ എല്ലാം മാറ്റിയിട്ട് എല്ലാവരും പോയി. ലാസ്റ്റ് ഒരു കട്ടൻ ചായയും കൂടെ കുടിച്ചിട്ട് പരിപാടി കഴിഞ്ഞു.